അതുപോലെ തന്നെ ആർട്ടിക്കിൾ 256 to 263 in part 11 of the Indian Constitution deals with the administrative relations. ഇനി അടുത്ത കണ്ടീഷൻ ആണ്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ലെജിസ്ലേറ്റീവ് റിലേഷൻ ആണ്, ഇനി വരുന്നത് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ ആണ്. വാട്ട് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ? ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇവിടെ എക്സിക്യൂട്ടീവ്, അതായത് ഒരു ആക്ഷൻ എടുക്കുമ്പോൾ എന്ത് തീരുമാനം എടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീസെന്റ് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ നോക്കി, അവിടെ എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സിവിൽ ഏവിയേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു, അവിടെ എന്താ എടുക്കേണ്ടത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് സപ്പോർട്ടാണ് കൊടുക്കുന്നത്, ഇതെല്ലാം ഇവിടെ വരും, ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് വരും. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഞാൻ ലക്ഷ്മികാന്ത് ഒന്ന് വായിക്കാം, ഈ ക്ലാസ് ഫോളോ ചെയ്യുക. ക്ലാസ് ഫോളോ ചെയ്താൽ തന്നെ മതി. UPSCയുടെ ആംഗിളിൽ പറയുന്നത് ഞാനായിരിക്കും. ലക്ഷ്മികാന്തിൽ കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ടുള്ള വൈഡർ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് നീഡഡ് ഫോർ യുവർ UPSC GS-ന് അത് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് സെൻട്രൽ എക്സ്റ്റെൻഡ് ടു ഹോൾ ഓഫ് ഇന്ത്യ ടു ദ മാറ്റേഴ്സ് ഓൺ വിച്ച് പാർലമെന്റ് ഹാസ് എക്സ്ക്ലൂസീവ് പവേഴ്സ് ഓഫ് ലെജിസ്ലേഷൻ. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ടെറിട്ടോറിയൽ എക്സ്റ്റെൻഡ് നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെ പാർലമെന്റിന് പവേഴ്സ് ഉണ്ടാവും അവിടെ എല്ലാം ആർക്കും പവർ ഉണ്ട്, സെന്ററിനും പവർ ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞ യൂണിയൻ ലിസ്റ്റ് പോലെ തന്നെയാണ് പറയുന്നത്. ഇവിടെ യൂണിയൻ ലിസ്റ്റിൽ പാർലമെന്റിന് പവർ ഉണ്ടായിരുന്നു, അതേ പവർ തന്നെ ആർക്കും ഉണ്ട്, എക്സിക്യൂട്ടീവിനും ഉണ്ട്. ഇനി അതേ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ആർക്ക് പവർ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് പവർ ഉണ്ടായിരുന്നു, അതേ പവർ ആർക്കുണ്ട്, സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവിനും ഉണ്ട്. വേറെ വ്യത്യാസമൊന്നും ഇല്ല. അതായത് ഇവർക്ക് ടെറിട്ടോറിയൽ ആൻഡ് ഫങ്ഷണൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞേക്കുന്ന പവേഴ്സ് ആണ് സെൻട്രൽ ഗവൺമെന്റിനുള്ളത്, അതേസമയം സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞേക്കുന്ന കാര്യമാണ് ആർക്കുള്ളത്, സ്റ്റേറ്റ് ഗവൺമെന്റിനും ഉള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് in respect on which both parliament and state legislatures have the power. അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിന്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും ഈക്വൽ പവർ ഉണ്ട് എന്നുള്ളതും ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പാർലമെന്റിന്റെ കാര്യമായിരിക്കും തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ പാർലമെന്റിന് തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ പാർലമെന്റിന്റെ ലോയ്ക്കാണ് കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ നോക്കിക്കേ, ദാറ്റ് ഈസ് വെനെവർ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് കൺകറന്റ് ലിസ്റ്റ്, ഇവിടെ എക്സിക്യൂട്ടീവ് പവേഴ്സ് റെസ്റ്റ് വിത്ത് സ്റ്റേറ്റ്. ജനറലി ആർക്കാണ് പവർ, എക്സിക്യൂട്ടീവ് പവർ ആർക്കാണ് ഉള്ളത്, സ്റ്റേറ്റിനാണുള്ളത്. ഇവിടെ ആർക്കില്ല, 2 പേർക്കും കോയിൻസൈഡിങ് പവേഴ്സ് അല്ല കൊടുത്തേക്കുന്നത്. ഡിഫറൻസുകൾ മാത്രം പഠിച്ചാൽ മതി. കൺകറന്റ് ലിസ്റ്റിൽ ആർക്കാണ് പവർ ഉള്ളത്, സ്റ്റേറ്റിനാണ് പവർ ഉള്ളത്. നേരത്തെ 2 പേർക്കും പവർ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെ ലെജിസ്ലേറ്റീവ് റിലേഷനിൽ 2 പേർക്കും പവർ ഉണ്ട് എന്ന് പറഞ്ഞത്, ഇവിടെ ആർക്കാണ് പവർ ഉള്ളത്, സ്റ്റേറ്റിനാണ് പവർ ഉള്ളത്. ഓർത്തിരിക്കും, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളുടെ പ്രിലിംസിന്റെ ആസ്പെക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻസിൽ ഇത് അങ്ങനെ ചോദിക്കാറേ ഇല്ല, ഇത് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ ഇത് നോക്കിയേ, ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് എവറി സ്റ്റേറ്റ് ഈസ് ടു ബി എക്സസൈസ്ഡ് ഇൻ സച്ച് എ വേ ടു ഹാവ് ദി കംപ്ലൈന്റ്സ് ഇൻ ദി ലോസ് ബൈ ദി പാർലമെന്റ്. അതായത് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ട്, സ്റ്റേറ്റിന് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും തോന്നുന്ന പോലെ എല്ലാം ചെയ്യാൻ പറ്റില്ല. പാർലമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ലോയുടെ അടിസ്ഥാനം, അല്ലെ പാർലമെന്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, സ്റ്റേറ്റ് ഫങ്ഷൻ ചെയ്യാൻ. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, സെന്ററിന്റെ എക്സിക്യൂട്ടീവ് പവറിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രിജുഡിസ്റ്റിക്കലി മീറ്റ് ചെയ്യാനും പാടില്ല. അതായത് എന്ത് ചെയ്യാൻ പാടില്ല, സെന്ററിന്റെ പവേഴ്സിനെ ഇത് അഫക്ട് ചെയ്യാൻ, നെഗറ്റീവ്ലി അഫക്ട് ചെയ്യാനും പാടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെയിൽവേ കേരളത്തിൽ കൂടെ ഓടുന്നു, നാളെ ഗവൺമെന്റ് പറയുവാണ് ഞാൻ റെയിൽവേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നാട്ടുകാർ കയറി റെയിൽവേ പാളമൊക്കെ പൊളിക്കുന്നു, ഇത് സംഭവിക്കാൻ പാടില്ല. രണ്ടുപേരും എന്ത് വേണം, ഒരു മ്യൂച്വൽ റിലേഷനിൽ വേണം പോവാൻ. ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷന്റെ എല്ലാം ഐഡിയ എങ്ങനെയാണ്, നമ്മൾ എന്തിലാണ് കീപ്പ് ചെയ്യുന്നത്, ഒരു മ്യൂച്വൽ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, എക്സിക്യൂട്ടീവ് ആക്ഷൻ സെന്ററിന് എന്ത് പറയാം, ഈ മ്യൂച്വൽ ഡെലിഗേഷൻ കീപ്പ് ചെയ്യാൻ, അല്ലെ മ്യൂച്വൽ ഡയറക്ഷൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സെന്ററിന് ജനറലി സ്റ്റേറ്റിനോട് എന്ത് ചെയ്യാം, ഡയറക്ഷൻസ് കൊടുക്കാം. ഈ ഡയറക്ഷൻ സ്റ്റേറ്റ് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ദ ആർട്ടിക്കിൾ 365 വിൽ ബി അപ്ലൈഡ് വിച്ച് മേ ലീഡ് ടു പ്രസിഡൻസ് റൂൾ. ആർട്ടിക്കിൾ 356 എത്തും. അതായത് പ്രസിഡൻസ് റൂളിലോട്ട് എത്താനുള്ള ചാൻസ് ഉണ്ട്. അതായത് ആർട്ടിക്കിൾ 365 അടിയിൽ അല്ലെങ്കിൽ സെന്റർ കൊടുക്കുന്ന ഒരു ഡയറക്ഷൻ സ്റ്റേറ്റ് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു പ്രസിഡൻസ് റൂൾ. ഓർത്തിരിക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ഷൻസ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ പോലും എന്ത് കൊണ്ടുവരാം, പ്രസിഡൻസ് റൂള് കൊണ്ടുവരാം. അതായത് 2 കണ്ടീഷനിലാണ് നമ്മൾ എമർജൻസി പഠിക്കുമ്പോൾ പഠിക്കും. 2 കണ്ടീഷനിലാണ് സ്റ്റേറ്റിൽ എമർജൻസി കൊണ്ടുവരാൻ പറ്റുന്നത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ ഫെയിലിയർ, അതിന് ഡയറക്ട്ലി 356 കൊണ്ടുവരാം. 2 അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറിയുടെ ഫെയിലിയർ, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 365 അടിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ഫെയിലിയർ ആവുന്നുണ്ടെന്നുണ്ടെങ്കിലും സെൻട്രൽ എന്ത് ചെയ്യാം, സ്റ്റേറ്റിനോട് പറയാം. ഓക്കെ,
അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അറിഞ്ഞിരുന്നാൽ മതി, വലിയ അത്യാവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞേക്കാം. റെയിൽവേയുടെ മെയിൻ്റനൻസ്, ഡിഫൻസിന്റെ മെയിൻ്റനൻസ്, അതുപോലെ തന്നെ സ്റ്റേറ്റിന് സെൻട്രലിന്റെ റീജിയൻസിലുള്ള പ്രോപ്പർട്ടീസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരള ഹൗസ് ഇൻ ഡൽഹി. അപ്പം ഇങ്ങനെയുള്ള റീജിയൻസിൽ രണ്ടുപേരും എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും പവേഴ്സ് പറഞ്ഞ് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത് അവർ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അതായത് സെൻറ്ററിന്റെ ഫങ്ഷൻസ് സ്റ്റേറ്റ് ചെയ്യാൻ സ്റ്റേറ്റ് ഹെൽപ്പ് ചെയ്യണം, സ്റ്റേറ്റിന്റെ ഫങ്ഷൻ സെൻട്രൽ ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യണം, സെൻട്രൽ ഹെൽപ്പ് ചെയ്യണം. 1-2 എക്സാമ്പിൾസ് അത് നോക്കിയിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയേ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ഇന്റർ ഗവൺമെന്റൽ ഡെലിഗേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, പവർ ഡെലിഗേറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ പ്രസിഡന്റ് മേ വിത്ത് ദ കൺസെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എൻട്രസ്റ്റ് ദാറ്റ് ഗവൺമെന്റ് ഓഫ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഓഫ് ദ സെന്റർ. അതായത് സെന്ററിന്റെ ഫങ്ഷൻ പ്രസിഡന്റിന് എന്ത് ചെയ്യാം, സ്റ്റേറ്റിന് കൊടുക്കാം. സെൻട്രൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്, സ്റ്റേറ്റിനോട് ചെയ്യാൻ പറയാം പ്രസിഡന്റിന്, വിത്ത് സപ്പോർട്ട് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടി അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് മേ വിത്ത് ദ കൺസെന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. അതുപോലെ ഇവിടെ ഇത് തന്നെയാണ്, ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് വിത്ത് ദ കൺസെന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ ട്രാൻസ്ഫർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫങ്ഷൻ ടു സെൻട്രൽ. സെൻട്രലിന് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ് ഗവർണറിന് പറയാം, സെൻട്രൽ ഗവൺമെന്റിനോട് പറയാം, ഈ ഫങ്ഷൻ സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം ഈ പ്രോസസ് അല്ല, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, there is a provision for mutual delegation. സെന്ററിന്റെ ഫങ്ഷൻ സ്റ്റേറ്റിനും സ്റ്റേറ്റിന്റെ ഫങ്ഷൻ സെന്ററിനും കൊടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, ഈ പറയുന്ന ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. അടുത്തത്, പാർലമെന്റ് ക്യാൻ പ്രൊവൈഡ് ഫോർ അഡ്ജുഡിക്കേഷൻ ഓഫ് എനി ഡിസ്പ്യൂട്ട് ഓർ കംപ്ലൈൻറ്റ്സ് വിത്ത് കൺട്രോൾ ഓഫ് ഇന്റർസ്റ്റേറ്റ് വാട്ടേഴ്സ്. നമ്മളിത് സെപ്പറേറ്റ്ലി പഠിക്കും, ഇതിപ്പം നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ആർട്ടിക്കിൾ 262 അടിയിൽ പറഞ്ഞിട്ടുണ്ട്, സെൻട്രും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുവാണ്, അല്ലെങ്കിൽ സോറി സെൻട്രൽ സ്റ്റേറ്റും അല്ല, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുവാണ് വിത്ത് റിഗാർഡ് ടു എ റിവർ വാട്ടർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മുല്ലപ്പെരിയാർ അല്ലെങ്കിൽ കാവേരി റിവർ വാട്ടർ ട്രിബ്യൂണൽ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കോൺഫ്ലിക്ട്സ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഒരു അപ്രോപ്രിയേറ്റ് അതോറിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്, പാർലമെന്റിനുണ്ട്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 263 അടി, ഇപ്പൊ പറഞ്ഞ 262 അടിയിലാണ് ഇന്റർസ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരുന്നത്. 263 അടിയിൽ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ കൂടുതൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള കോപ്പറേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും ക്രിയേറ്റ് ചെയ്യാം, ഒരു ബോഡി. ഫോർ എക്സാമ്പിൾ ഇന്റർസ്റ്റേറ്റ് കൗൺസിൽസ്, വി ക്രിയേറ്റ് ഇന്റർസ്റ്റേറ്റ് കൗൺസിൽസ് അണ്ടർ ദിസ്. ഇത് രണ്ടും അറിഞ്ഞിരിക്കുക, ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം, കാരണം അതൊരു ഫുൾ ടോപ്പിക്കിനായിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഇനി നോക്കിയേ, അടുത്ത വരുന്നത് ഓൾ ഇന്ത്യ സർവീസസ് ആണ്. ദാറ്റ് ഈസ് നമുക്ക് വേറെ 1-2 ബോഡീസ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൾ ഇന്ത്യ സർവീസസ്. സെൻട്രൽ അപ്പോയിന്റ് ചെയ്യുന്നു, സ്റ്റേറ്റിൽ ഫങ്ഷൻ ചെയ്യുന്നു, ഇതെല്ലാം കോർപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSCക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റിന്റെ ഫങ്ഷൻസിലും സ്റ്റേറ്റിന്റെ സെലക്ഷൻസിലും ഇടപെടാം. അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം, ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനൊരു ബാലൻസിന് വേണ്ടിയിട്ടാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷന്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇനി എമർജൻസിയുടെ സമയത്തും ഇത് ചേഞ്ച് ആവും, അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 352 ആൻഡ് ആർട്ടിക്കിൾ 356 ആൻഡ് ആർട്ടിക്കിൾ 360, ഈ 3 കണ്ടീഷൻസിലും, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 352 അടിയിൽ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആർക്ക് ചെയ്യാം, സെന്ററിന് ചെയ്യാം. സെന്റർ ക്യാൻ ഡു ഓൾ ദി എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓർ സെൻട്രൽ ക്യാൻ ഹാവ് ദി ഓൾ ദി എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഡ്യൂറിങ് എ എമർജൻസി. ഒരു എമർജൻസിയുടെ സമയത്ത് എന്ത് ചെയ്യാം, സെന്ററിന് കൂടുതൽ പവേഴ്സ് എടുക്കാൻ പറ്റും, സ്റ്റേറ്റിന്റെ പവേഴ്സ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രസിഡൻസ് റൂൾ ഈസ് ഇമ്പോസ്ഡ് ഇൻ എ സ്റ്റേറ്റ്, അതായത് ആർട്ടിക്കിൾ 356 അടിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെയും ആർക്ക് കൊടുക്കാം, പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഗവർണർ പോലത്തുള്ള ഒരു ഓഫീസറിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, സെൻട്രൽ ക്യാൻ ഡയറക്ട് ദ സ്റ്റേറ്റ്. ഫിനാൻഷ്യൽ ഫങ്ഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് സെൻട്രലിന് എന്ത് ചെയ്യാം, ഡയറക്ഷൻസ് കൊടുക്കാനും